കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ തീരദേശ ഹർത്താൽ പൂർണ്ണം. ട്രോളിംഗ് ബോട്ടുകളും പരമ്പരാഗത യാനങ്ങളും കടലിൽ പോയില്ല. RSS അനുകൂല ഭാരതീയ മത്സ്യപ്രവർത്തന സംഘം സമരവുമായി സഹകരിക്കുന്നില്ല. പോർട്ട് കൊല്ലം, വാടി, തങ്കശ്ശേരി ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിൽ ബോട്ടുകൾ കടലിൽ പോയില്ല. ഖനനം മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുമെന്ന് ആശങ്കയുള്ളതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. നമ്മൾക്ക് ഇവിടെ മത്സ്യം സമ്പത്ത് കുറഞ്ഞിട്ടിരിക്കുക. ഇവിടെ ഈ മണലും കൂടി എടുക്കുമ്പോൾ കടലിന്റെ ഈ സമ്പത്ത് പോകും. കാരണം ഈ ചേറ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മത്സ്യങ്ങൾ വന്നെത്താൻ തങ്ങ സാഹചര്യം മോശമാണ്. അപ്പൊ തന്നെ മാസങ്ങളൊക്കെ ആയി പണിക്കൊക്കെ പോകാനൊക്കെ ഇരുന്ന് പണികളൊക്കെ മോശമാണ്. ഇപ്പൊ പോകുന്നത് കടന്ന് 40-45-50 കിലോമീറ്ററിലൊക്കെ പോയിട്ടാണ് വില 500 രൂപ കിട്ടുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഇല്ല. ഈ എണ്ണയും ചിലവാക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മണലെടുക്കുന്നെന്ന് പറഞ്ഞത് ഈ മണ്ണ് കിടക്കുന്ന പറഞ്ഞത് ഈ ചേറിന്റെ 5 മാർ താഴ്ചയ്ക്കാണ് ഈ മണ്ണ് കിടക്കുന്നത്. ഈ ചേറ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണും എടുത്തു കഴിഞ്ഞാൽ പിന്നെ മീനുകൾ അതേ സമയങ്ങളിൽ വരുന്ന നാളുകളാണെങ്കിൽ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മുതൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ വരെയുള്ള കൊല്ലം ബ്ലോക്കിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഖനനം തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തും തൊഴിലാളികൾ കടലിൽ പോയില്ല. മത്സ്യമാർക്കറ്റുകൾ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു. ചിലത് ഭാഗികമായി പ്രവർത്തിച്ചു. ആലപ്പുഴയിലും ഹാർബറുകളും മാർക്കറ്റുകളും അടഞ്ഞുകിടന്നു. അതേസമയം RSS അനുകൂല ഭാരതീയ മത്സ്യപ്രവർത്തന സംഘം സമരവുമായി സഹകരിക്കുന്നില്ല. തൊഴിലാളികളുടെ ആശങ്ക പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നാണ് സംഘത്തിന്റെ നിലപാട്. മത്സ്യത്തൊഴിലാളികളും മറ്റ് തൊഴിലാളി സംഘടനകളുടെയും ആശങ്ക ദൂരീകരിക്കണമെന്ന് തന്നെയാണ്. അതിനുശേഷം നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് മത്സ്യപ്രവർത്തക സംഘത്തിന്റെ നിലപാട്. ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് പഠന റിപ്പോർട്ടുകളുണ്ട്. ആ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക, അത് മത്സ്യത്തൊഴിലാളി സംഘടനകളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കടൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർ വർഷങ്ങളായി നടക്കുന്ന കരിമണൽ ഖനനത്തിനെതിരെ വാതുറക്കാത്തതെന്താണെന്ന ചോദ്യവും സംഘത്തിനുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.